ഹാച്ചറിയിൽ നിന്ന് പുറത്തിറങ്ങി. അപ്പോൾ ഇവിടെ ഇങ്ങനെ പോൺസ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് നിറച്ച് മീനുകളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഒരു ആൽഗയൊക്കെ ഉള്ള പോൺസാണ്, ഗ്രീൻ കളർ. ഇവിടെ നെറ്റിട്ടിട്ടുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊക്കി നോക്കാം, ഇതിനെ കാണാൻ പറ്റുമോ? അല്ല, പൊക്കി നോക്കാം നമുക്ക്. നമ്മളിപ്പോൾ തകഴി ഭാഗത്തു നിന്നും തിരുവല്ലയിലേക്ക് പോകുന്ന ഒരു റൂട്ടിലൂടെ സഞ്ചരിക്കുകയാണ്. അപ്പം തകഴി ടു തിരുവല്ല റൂട്ട് ശരിക്കും ചക്കുളത്ത് കാവിന് അവിടെ നിന്ന് പിന്നെ ഒരു 3 കിലോമീറ്റർ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു നല്ലൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്, പൊടിയാടി ഫാമിലി റെസ്റ്റോറൻറ്റ്. അപ്പോൾ പൊടിയാടി റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല ഭക്ഷണം കിട്ടും. അപ്പോൾ ആ ഭാഗത്തേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നല്ല എന്താ പറയുക, പുഴമീനും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, പിന്നെ നോൺ വെജ് ഐറ്റംസൊക്കെ നല്ല രീതിയിൽ തയ്യാറാക്കുന്ന ഒരു റെസ്റ്റോറൻ്റാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാം. അപ്പോൾ ഈ പൊടിയാടി ഫാമിലി റെസ്റ്റോറൻറ്റിൻ്റെ സ്പെഷ്യാലിറ്റി ഫുഡ് എന്ന് പറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങളുണ്ട് അല്ലേ? ഇവിടെ എന്തൊക്കെയാണ്? വാളയുടെ തലയുണ്ട്, കരിമീനുണ്ട്, കൊഞ്ച് റോസ്റ്റ്, കരിമീൻ ഫ്രൈ, കാട ഫ്രൈ, പിന്നെ കല്ലുമേക്ക, ഞണ്ട്, എല്ലാ ഐറ്റംസും, താറാവ്, നാടൻ കോഴി, ഓക്കെ, എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ. അപ്പോൾ ഇവിടുത്തെ മെയിൻ ഷെഫ് വാസുദേവൻ പിള്ള എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇദ്ദേഹം ഇവിടുത്തെ പ്രധാനപ്പെട്ട ആളാണ്, സെയിൽസ്മാൻ ഉദയകുമാർ. ഓക്കെ, ഈ ചേട്ടൻ. അപ്പോൾ രണ്ടുപേരും തയ്യാറാണ്. അപ്പം ഇദ്ദേഹത്തിൻ്റെ കൈപുണ്യമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി ഒരുപാട് ഐറ്റം ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാം ഒന്നും നമുക്ക് കാണാനുള്ള സമയമില്ല, അവർക്കും സമയമില്ല എല്ലാം കാണിച്ചു തരാനായിട്ട്. എങ്കിലും ഒരു സാമ്പിൾ എന്നുള്ള നിലയ്ക്ക് ഒരു ഐറ്റം അല്ലേ? അപ്പോൾ ഇതെല്ലാം അവർ തയ്യാറായിരിക്കുമായിരുന്നു. അപ്പോൾ കൊഞ്ച് റോസ്റ്റാണ് അല്ലേ? ഒരു 1/2 കിലോ കൊഞ്ചിൻ്റെ റോസ്റ്റ്, ഉപ്പ്, കുടംപുളി ഇട്ട് വേവിച്ച് വറ്റിച്ചെടുത്ത്. അതാണ് സാധാരണ ചെയ്യുന്നത്. പക്ഷെ അതിന് സെപ്പറേറ്റ് മസാല അടിക്കും. ഇത് ഓർഡർ അനുസരിച്ച്. പക്ഷെ നമുക്ക് നമ്മുടെ വീടുകളിലൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. നാടൻ രീതി. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ അല്പം മുളക് പൊടി ചേർക്കാൻ പോവാണ്, 1 ടീസ്പൂൺ. ഓക്കെ, മല്ലിപ്പൊടി ഏതാണ്ട് 1 ടീസ്പൂണോളം, ഗരം മസാല പൊടി ഒരു 1/2 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഓക്കെ, എല്ലാ കാര്യങ്ങളുമായി. ഇനി അടുത്തത് കുറച്ച് ഉപ്പും കൂടി ചേർത്താണ്. അപ്പോൾ നല്ല ചൂടായി കിടക്കുന്നുണ്ട്, മസാല എല്ലാം പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല പൊടി, ഉപ്പ്, ഇത്രയും കാര്യങ്ങൾ ചേർത്ത് കഴിഞ്ഞു. നന്നായിട്ടുണ്ട്, നല്ല സ്പൈസി ആയിട്ട് നല്ല എരിവുള്ള ഒരു ചെമ്മീൻ റോസ്റ്റ്. പിന്നെ നല്ല എരിവൊക്കെ ഉണ്ട് കേട്ടോ, നല്ല എരിവും. പിന്നെ ഈ പുളിയിലിട്ട് വേവിച്ചതുകൊണ്ട് ആവശ്യത്തിനുള്ളൊരു പുളി എരിവ് വേണം. ഇവിടെ എല്ലാവർക്കും എരിവാണ് ഇഷ്ടം അല്ലേ? ഈ പൊടിയാടി റെസ്റ്റോറൻറ്റ് ഇച്ചിരി എരിവുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള വിഭവങ്ങൾ തന്നെയാണ് സെർവ് ചെയ്യുന്നത്. കാര്യം ഇവരുടെ റെസ്റ്റോറൻറ്റിനോട് ചേർന്ന് ഒരു ചെറിയൊരു കള്ള് ഷോപ്പും കൂടിയുണ്ട്. അപ്പോൾ അവിടെ വരുന്ന ഗസ്റ്റുകൾക്കും കൂടി ഇവിടുന്ന് സൈഡ് ഇങ്ങനെ ടച്ചിങ്സ് ഒക്കെ കൊടുത്തയക്കും അല്ലേ? പിന്നെ ഫുഡും ചിലപ്പോൾ ഓർഡർ ചെയ്യുക. അതുകൊണ്ട് ഇച്ചിരി സ്പൈസി ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് ആവശ്യാനുസരണം എരിവൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാക്കിയിട്ട് ഇതേപോലെ തന്നെ തയ്യാറാക്കാം. എന്തായാലും ചേട്ടാ വളരെ സന്തോഷം, താങ്ക് യു.